ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ പോയത് ഗുരുവായൂരപ്പനെ മാത്രം കാണാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. കുറേ കാര്യങ്ങളുണ്ടെന്ന് ഞാൻ അന്നേരം പറഞ്ഞില്ലായിരുന്നു. അതിലൊന്നായിരുന്നു ഈ കൃഷ്ണനെ വാങ്ങിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. ഇതൊരു 3-4 കൊല്ലം പഴക്കമുണ്ട്. പഴക്കത്തിൻ്റെ ഒന്നുമല്ല, ഇത് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. ഭയങ്കര ഐശ്വര്യമാണ് കാണാനും. പക്ഷെ അതല്ല, നമ്മുടെ വീട്ടിലാണെങ്കിലും ഉണ്ടല്ലോ ഇങ്ങനെ എന്തെങ്കിലും ഡാമേജ് വന്നത്, അതായത് പൊട്ടലോ അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ എൻ്റെ പൊട്ടലും ചീറ്റലൊന്നും ഇല്ല കേട്ടോ. പക്ഷേ അതിൻ്റെ ആ ഒരു ഇതിങ്ങനെ പൊളിഞ്ഞ്, ആ മെറ്റലിൻ്റെ ഒരു സംഭവം ഇങ്ങനെ പൊളിഞ്ഞ് വരും തടി പോലെ. അപ്പോൾ അത് വെക്കണ്ടെന്ന് അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ പുതിയത് വാങ്ങിച്ചത്. പിന്നെ വിഷു ആണല്ലോ വരുന്നത്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം പുതിയ കണ്ണനെ വെച്ച് കണി കാണണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ തിരക്കിയപ്പോൾ ഭയങ്കര വില, 7,000-8,000 രൂപയൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഗുരുവായൂർ നോക്കാമെന്ന് വെച്ചാൽ അവിടെ അത്ര വിലയൊന്നുമില്ല കേട്ടോ. പല റേറ്റുള്ളതുകൊണ്ട്, എന്നാൽ അത്രയും വിലയൊന്നുമില്ല ഇതിന്. പിന്നെ ഇതാണ് ഞാൻ വാങ്ങിയത്. എനിക്കിതിനെ കാണുമ്പോൾ ഏകദേശം ഒരു 1.5-2 വയസ്സുള്ള കൊച്ചിൻ്റെ ഒരു ഫീലാണ് കിട്ടുന്നത് ഭയങ്കരമായിട്ട്. എന്ന് വെച്ചാൽ ഞങ്ങളിത് വാങ്ങിക്കണം എന്ന് കരുതി തന്നെ പോയതാണ്. പിന്നെ വെള്ളയും നീലയും ഒന്നും വാങ്ങിക്കരുതെന്ന് ആണെന്ന് വിചാരിച്ചു ഞാൻ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചിന്നു പറഞ്ഞത് നീല എന്തിന്, നീലക്കുറുക്കൻ്റെ കൂട്ടിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. പിന്നെ കൃഷ്ണൻ ഭയങ്കര കറുത്തിട്ടാണല്ലോ, അല്ലാതെ നീല നിറമൊന്നും അല്ല കേട്ടോ. പിന്നെ വെള്ളയുമല്ല. പിന്നെ എന്നുണ്ടെങ്കിലല്ലോ വേറൊരു കളർ ഉണ്ടായിരുന്നു, ഒരു ആഷ് കളർ പോലത്തെ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അത് ഈ ഒരു ഇതില്ലായിരുന്നു, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ ഇത് വാങ്ങിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും വേറെ കടകളിലൊക്കെ കണ്ട്, പിന്നെ വാങ്ങിച്ചല്ലോ എന്ന് കരുതി. അപ്പോൾ ഇതാണ് എൻ്റെ കണ്ണൻ കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ പീലിയെല്ലാം ഉണ്ടായിരുന്നു, പൊതിഞ്ഞിട്ട് വന്നുകൊണ്ടേ പീലിയൊക്കെ ഒന്ന് റെഡിയാക്കിയതാണ്. എനിക്കിതിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് മനസ്സുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിനെ കാണുമ്പോൾ അങ്ങനെ സന്തോഷം വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ലേ. ബൈ.